ത്രിയേക ദൈവത്തിന് സ്തുതി. സ്ലീഹാ നോമ്പ് 7-ാം ദിവസം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദൈവജനത്തിന്റെ കാത്തിരിപ്പും പ്രത്യാശയും. ഈ ജനത്തിന്റെ വഴിയിൽ നടക്കരുത് എന്ന യെശയ്യാവിനോടുള്ള ശക്തമായ മുന്നറിയിപ്പോടുകൂടെയാണ് വേദഭാഗം ആരംഭിക്കുന്നത്. ഇസ്രായേൽ സിറിയ സഖ്യത്തിൽ നിന്നും യുദ്ധഭീഷണി നേരിടുന്ന യഹൂദ രാജാവായ ആഹാസ് യഹോവയിലുള്ള വിശ്വാസവും ആശ്രയവും നഷ്ടപ്പെട്ട് തന്റേതായ പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. അതിനായി അസീറിയയുമായി സഖ്യത്തിന് തയ്യാറാകുന്ന പശ്ചാത്തലത്തിലാണ് യഹോവ പ്രവാചകനോട് സംവേദിക്കുന്നത്. 6-ാം അധ്യായത്തിൽ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് നിയോഗമേറ്റെടുത്ത പ്രവാചകനോട് 8-ാം അധ്യായത്തിൽ അശുദ്ധിയിൽ ജീവിക്കുന്ന ജനത്തോടുകൂടെ വീണ്ടും നടക്കരുത് എന്ന ശക്തമായ ഉപദേശം ദൈവം നൽകുന്നു. 1-ാം സങ്കീർത്തനവും ആരംഭിക്കുന്നത് ഇതേ മുന്നറിയിപ്പോടുകൂടെയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഏത് കാലഘട്ടത്തിലും ദൈവം തന്റെ ജനത്തിന് നൽകുന്ന കൽപ്പനയാണ് വിശുദ്ധ ജീവിതം നയിക്കുക എന്നത്. 12-ാം വാക്യം പറയുന്നു, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനെ കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്, അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്. മാനുഷികമായ കൂട്ടുകെട്ടുകൾക്കും ഗൂഢാലോചനകൾക്കും അപ്പുറമായി ചരിത്രത്തിൽ നിരന്തരമായി ഇടപെടുവാനും നിയന്ത്രിക്കുവാനും കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രവാചകനെ വെളിപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കെതിരെ പടചേരുന്ന ശത്രുവിന്റെ സകല സഖ്യത്തെയും തകർക്കുവാൻ മതിയായതാണ്. അഗോചരമായ ദൈവിക നടത്തിപ്പുകൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നത് ദൈവത്തെ ജീവിതത്തിൽ ശുദ്ധീകരിക്കുന്നതിലൂടെയും ദൈവം വിശുദ്ധ മന്ദിരമായിരിക്കുവാൻ അനുവദിക്കുന്നതിലൂടെയും ആണെന്ന് 13-14 വാക്യങ്ങളിൽ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ ശുദ്ധീകരിപ്പീൻ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത് ദൈവജനം അവന്റെ അധികാരത്തെയും സ്വഭാവത്തെയും അംഗീകരിക്കുകയും അവന് വിധേയപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. ജനം വിശുദ്ധ ജീവിതം വിട്ട് അശുദ്ധിയിൽ നടക്കുന്നതിലൂടെ ദൈവത്തെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് അപ്രസക്തമാക്കുകയും ദൈവത്തോടുള്ള വിധേയത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയെ അംഗീകരിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടുപോയ ദൈവിക ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ദൈവം അവരുടെ സങ്കേതവും കോട്ടയും ആയി മാറുന്നു. ശത്രുവിന് തകർക്കുവാൻ കഴിയാത്ത ഉറപ്പുള്ള കോട്ട. അതേസമയം ദൈവത്തിന്റെ കർത്തൃത്വം അംഗീകരിക്കാത്ത ജനത്തിന് ദൈവം ഇടർച്ചക്കല്ലും കുടുക്കും കെണിയുമായി മാറുന്നുവെന്ന് വചനം പറയുന്നു. ദൈവത്തിന്റെ വെളിപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ചുറ്റുമുള്ള ജനം മുഴുവൻ അശുദ്ധിയിൽ തുടരുമ്പോഴും പ്രവാചകൻ തന്റെ ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവനാകുന്നു. 17-ാം വാക്യം പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശ വെക്കുകയും ചെയ്യും. അവർക്ക് ദൈവത്തെ ജീവിതത്തിൽ ശുദ്ധീകരിക്കാം, ശുദ്ധീകരിക്കാതെ ഇരിക്കാം. ദൈവത്തെ വിശുദ്ധ മന്ദിരമായി സ്വീകരിക്കാം, സ്വീകരിക്കാതെ ഇരിക്കാം. അവനിൽ ആശ്രയിക്കാം, ആശ്രയിക്കാതെ ഇരിക്കാം. എന്നാൽ ഞാനും എനിക്കുള്ളതും യഹോവയ്ക്കായി കാത്തിരിക്കും, അവൻ മാത്രം ഞങ്ങളുടെ പ്രത്യാശയായിരിക്കും. പ്രിയ ദൈവജനമേ, ഒരുപക്ഷെ ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമായിരിക്കില്ല. സാഹചര്യം മുഴുവൻ നമുക്കെതിരായിരിക്കാം. മുമ്പിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കാം. ശത്രു അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നമുക്കെതിരെ സൃഷ്ടിച്ചെന്നിരിക്കാം. എന്നാൽ യഹോവ ബലവും സങ്കേതവും ആയിരിക്കുന്ന ദൈവപൈതലിന് സാഹചര്യങ്ങളെ ഭയക്കേണ്ടതില്ല. പലപ്പോഴും ദൈവത്തോട് പ്രശ്നങ്ങളുടെ വലിപ്പം പറയുന്നവരാണ് നമ്മൾ. എന്നാൽ ഈ ഒരു തലത്തിൽ നിന്നും പ്രശ്നങ്ങളെ നോക്കി നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം പറയുവാൻ കഴിയുന്ന തലത്തിലേക്ക് ഉയരാൻ ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്ക് കഴിയണം. നമ്മുടെ കാത്തിരിപ്പും പ്രത്യാശയും യെശയ്യാ പ്രവാചകനെ പോലെ ദൈവത്തിലായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതത്തിൽ യഹോവയെ ശുദ്ധീകരിച്ച് അങ്ങയെ വിശുദ്ധ മന്ദിരമായി കാണുവാനും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ ഞങ്ങളുടെ പ്രത്യാശയും കാത്തിരിപ്പും അങ്ങിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.